ഗുഡ് മോർണിംഗ്. ഞാനൊരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ട്രിപ്പിന് പോകുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലിൽ നല്ല വേദനയാണ്. മെയിൻലി ഞാൻ ഇത്രയും ലേറ്റ് ആയതെന്നറിയാം, ഞാൻ നമ്മുടെ മിസ്റ്റർ പത്തനംതിട്ട കോമ്പറ്റീഷൻ ഇറങ്ങിയായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ പ്രിപ്പറേഷൻ ഇടയ്ക്കാനൊരു ട്രിപ്പ് പോയായിരുന്നു, അഞ്ചുതെങ്ങ് പോയായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് 1 വീക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലപോലെ ഫുഡടി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. സോ അതിൻ്റെ കുറച്ച് തിരക്കാര്യം കൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടിയത്. അതുമാത്രമല്ല, അഞ്ചുതെങ്ങ് പോയിട്ട് വന്നിട്ട് സൈക്കിള് പഞ്ചറായിരുന്നു. സോ അത് ശരിയാക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ഒക്കെ വൻ സീനായി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച പോകാൻ വേണ്ടിയിരുന്നു. ശനിയാഴ്ച ഞാൻ കൊണ്ടുപോയി സൈക്കിളിൻ്റെ പഞ്ചറൊക്കെ ഒട്ടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സൈക്കിളിൻ്റെ ടയർ ഊരാൻ പറ്റുന്നത് നമുക്ക് തന്നെ ഊരാൻ പറ്റുന്ന ടൈപ്പ്. അപ്പോൾ അത് ഊരിക്കൊണ്ട് വന്ന് തിരിച്ചു കൊണ്ടുവച്ചപ്പം ബ്രേക്ക് പാഡിന് എന്തോ കംപ്ലൈൻറ്റ്. പിന്നെ അത് രാത്രി മൊത്തം കുത്തിയിരുന്ന് നോക്കി പലങ്കോലമായതാണ്. സോ അപ്പോൾ ഇന്നലെയാണ് കൊണ്ടുപോയി ശരിയാക്കിയത്. ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് ഇന്നലെ സമയം കിട്ടി, ഇന്നലെ കൊണ്ടുപോയി ശരിയാക്കി. അങ്ങനെ ഞാൻ വൈക്കം ബീച്ചിലോട്ട് പോവാണ് രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 5:30 ആയപ്പോൾ ഇറങ്ങി ഓൺ ദ വേ ടു വൈക്കം ബീച്ച്. അപ്പോൾ ഒരു 2-3 ആഴ്ച ചവിട്ടാതിരുന്നതിൻ്റെ നല്ല പ്രശ്നമുണ്ട്. ഒരു പേസ് കിട്ടുന്നില്ല. പഴയ പേസ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേസ് ഉണ്ട്, ആ പേസ് കിട്ടുന്നില്ല. സോ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും ചവിട്ടുകയാണ്. ചവിട്ടി ഞാൻ കോട്ടയം എടുക്കാറായി. തണുപ്പെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വിറയ്ക്കുന്ന തണുപ്പില്ല, ആ ഒരു ടൈപ്പ് തണുപ്പായിരുന്നു രാവിലെ. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കോട്ടയം എടുക്കാറായി. ഇപ്പം ബാക്കിയുള്ള കാഴ്ച അവിടെ ചെന്നിട്ട്. സത്യം പറഞ്ഞാൽ കുമരകം പോകുന്ന റൂട്ടാണ് കേട്ടോ. സിമൻറ്റ് ജംഗ്ഷനിൽ തിരിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുമരകം പോകുന്ന റൂട്ട്. കുമരകം കഴിഞ്ഞാട്ടോ വൈക്കം വരുന്നത്. സോ എൻ്റെ പൊന്നിത് കണ്ടു നിങ്ങളിത് കാണുന്നത് ഇങ്ങനെ കിടക്കുകയാണ്. എന്ത് രസമാണെന്ന് രാവിലെ എന്ത് രസമാണ്. അടിപൊളി. രാവിലെ ഈ ഒരു കാഴ്ച കണ്ടത് വഴി ഇങ്ങനെ നടക്കണം. എന്ത് രസമാണ്. സൂപ്പർ. അപ്പം ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ റൂട്ട് കുമരകം പോകുന്ന റൂട്ട്. എനിക്കൊന്ന് ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട് കുമരകം ബേർഡ് സാങ്ച്വറി. അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് പോകണം എനിക്കിന്ന്. സോ കുമരകം കഴിഞ്ഞ് പോകണം വൈക്കത്തോട്ട്. ചവിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ കാഴ്ച കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. രസമുണ്ട്, നല്ല രസമുണ്ട്. അത് കാണാൻ വേണ്ടി അടിപൊളി. നോക്കട്ടെ, എൻ്റെ ഇച്ചിരി വൈഡ് കിട്ടുമോ നോക്കട്ടെ. പന്നന് വേണ്ട കൊടുത്തത്. തിന്നത് അത് തിന്നെ. എൻ്റെ പൊന്നേ, എന്നിട്ട് ഇയാൾക്ക് ഞാൻ കൊടുത്തത് വേണ്ടത് യോഗ ബാർ കണ്ട യോഗ ബാർ കൊടുത്തതായി വേണ്ടെന്ന്. എന്നിട്ട് കറഞ്ച എന്തായാലും കൊള്ളാം. പന്നം കഴിച്ചില്ല. എന്തൊരു സോ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡ് എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുമെന്ന് കേട്ടോ. എന്നാലും ഞാൻ ശ്രമിക്കുന്നത്.
ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഇവിടുന്ന് കാടായങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അത് ഇവനെ എൻ്റെ പ്രാന്ത് അല്ലേ. ഓടിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ ബാക്കി അങ്ങോട്ട് പോട്ടെ. വണ്ടി വരുന്നു. ഓക്കെ, ബാക്കി അങ്ങോട്ട് പോകട്ടെ. ചാടുന്നില്ല. ഇത് കണ്ടേ, ഒരു കാക്ക ഞാൻ വന്നപ്പോൾ വയ്യാതിരിക്കുമായിരുന്നു. വൈക്കം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വയ്യാതിരിക്കുമായിരുന്നു. കേട്ടോ, എന്താ നിറച്ചില്ല, ഇവിടെ മൊത്തം കാക്കകളായി കൊത്തിപ്പറിക്കുമെന്നാണ് തോന്നുന്നു. പറക്കും വെച്ച് കഴിഞ്ഞാൽ വയ്യ. എനിക്കൊന്ന് തറയെ വീണാന്ന് തോന്നുന്നു, മരത്തിൻ്റെ മേളിൽ നിന്ന്. അതിന് വയ്യ, വേണ്ട കിടക്കുക. ആർക്കറിയാം എന്തുവാണ്. ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു, കുറച്ച് കുടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നായിരുന്നേ കൊള്ളാം. പിന്നെ ഞാനിവിടെ ഒരു കൊക്കിനെ കണ്ടേ, വെള്ളത്തിൻ്റെ ഇത് ഇവിടെ കുറച്ച് വേസ്റ്റ് കിടന്നു ഈ ഒരു ഭാഗത്ത്. അതിൻ്റെ മേളിൽ കൊക്കിരിക്കും. ബോട്ട് വന്നപ്പോൾ ഈ ഓണം അടിക്കുമ്പോൾ കൊക്കിരുന്ന് ഈ ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു, കൊള്ളാം. ഞാൻ വൈക്കം ബീച്ച് എത്തിയിട്ടുണ്ട്. സോ വൈക്കം ബീച്ച് ഒരു ഇങ്ങനെ കിടക്കുക, അറ്റൊന്നും മറ്റേ മൂടാപ്പ് പോലെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഒരു ജങ്കാർ ഇരിക്കുന്നത്, അവിടെയാണ് ബോട്ടൊക്കെ. ഇവിടെയുള്ള കാക്കകളല്ലേ ഇവിടെ നിൽക്കുന്നിട്ട് വലിയ കാര്യമാണ്. അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല. വൈക്കം ബീച്ച് ഞാൻ ചുമ്മാ എന്താ കാണിക്കുന്നു. കാക്ക വെള്ളത്തിൽ വീഴണ്ടെന്ന് പറഞ്ഞ് മേലിലെടുത്ത് വെച്ചപ്പോൾ അങ്ങനെ ആഹാരം ഇങ്ങനെ കിടക്കുവാണ്. അപ്പുറത്തെ സൈഡിൽ എന്താ പറയുക, കുറച്ച് മറ്റേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്ന വഴി സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് എടുക്കാം. ഞാൻ ഇവിടെ ഇപ്പം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിരുന്നതാണ്. ചിലവായി റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അവിടെയുള്ള സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുക. വൈക്കം മഹാദേവ അമ്പലത്തിലാണ്. ഭയങ്കര ആളാണ് ഇവിടെ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. കൊള്ളാം, ആർക്കിടെക്ചർ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി. ഞാൻ വീഡിയോസ് മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാനങ്ങ് എടുക്കുകയാണ്. അപ്പം ഞാനിപ്പം വൈക്കം മഹാദേവ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നല്ല രസമായിരുന്നു. ഭയങ്കര ആളാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ആളാണ്. അപ്പോൾ അവിടെ ഞാൻ വൈക്കം ബീച്ചിൽ അവിടെ ഇരുന്ന സമയത്ത് ഒരു ചേട്ടനെ കണ്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് 3 മണി വരെ, രാവിലെ 3 മണിയാകുമ്പോൾ വൈക്കം മഹാദേവ അമ്പലത്തിൽ തുറക്കും. ശബരിമല സീസണിൽ ഇത് അടയ്ക്കാറില്ലെന്നാണ് പറയുന്നത്.
പിന്നെ ഇതിപ്പം 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് അടച്ചിട്ട് പിന്നെ 4 മണിയായിട്ടേ തുറക്കത്തുള്ളൂ റൊട്ടീനായിട്ട് വരുമ്പോൾ. അപ്പോൾ കണ്ടു. ആദ്യമായിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്. അകത്ത് കയറാൻ പറ്റിയില്ല, വെളിയിൽ നിന്ന് തൊഴുതു. നേരെ തിരിച്ച് ബീച്ചിൻ്റെ അവിടെ പോയിട്ട് ബാക്കി കുറച്ച് കാഴ്ചകളുണ്ട്, അതുകൊണ്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ശരി.